പാപ്പ പറയുന്നു, ദൈവത്തെ വിസ്മരിക്കുമ്പോൾ ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു. ദൈവമില്ലെന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന സങ്കീർത്തന വചനം ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്. ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കേവലം ഒരു സിദ്ധാന്തമല്ല, മറിച്ച് അത് സാമൂഹികമായ അഴിമതിയിലേക്കും അനീതിയിലേക്കും നയിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും വിസ്മരിക്കപ്പെടുമ്പോൾ മനുഷ്യർ പരസ്പരം ആദരിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനും അടിച്ചമർത്താനുമാണ് ശ്രമിക്കുന്നത്. ഇത് ലോകമെമ്പാടും ദരിദ്രരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും അവരെ പാർശ്വവൽക്കരിക്കുന്നതിനും കാരണമാകുന്നു. ഡിജിറ്റൽ ലോകം ദരിദ്രരോടുള്ള മുൻവിധികളെ വർദ്ധിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങളോട് അങ്ങേയറ്റത്തെ നിസ്സംഗത പുലർത്തുകയും ചെയ്യുന്നു. ദരിദ്രരുടെ ശബ്ദം കേൾക്കാത്ത വിധം സാങ്കേതിക വിദ്യകൾ അവയെ മറയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ ദരിദ്രർക്ക് ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം വിശ്വസ്തനും കരുണാമയനുമായതുകൊണ്ട് അവൻ ദരിദ്രരുടെ നിലവിളി കേൾക്കുന്നു. ദൈവത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ മാത്രമാണ് ദരിദ്രർക്ക് തങ്ങളുടെ അന്തസ്സ് തിരിച്ചുപിടിക്കാനും പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനും കഴിയുന്നത്. അതിനാൽ ദൈവം മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിലൂടെയാണ് ദരിദ്രർക്ക് യഥാർത്ഥ സങ്കേതം ലഭിക്കുന്നത്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കായി സ്വയം ചെറുതാക്കിയ ക്രിസ്തു അടിച്ചമർത്തപ്പെട്ടവർക്കും ക്ഷീണിതർക്കും ആശ്വാസദായകനുമാണ്. ആധുനിക സമൂഹത്തിൽ ദരിദ്രർ എന്നത് കേവലം ഭക്ഷണമില്ലാത്തവർ മാത്രമല്ല, മറിച്ച് മുഖവും ശബ്ദവും നഷ്ടപ്പെട്ടവരും കൂടിയാണ്. അതിനാൽ സഭയിലൂടെ അവർക്ക് യേശുവിന്റെ സ്നേഹവും കരുതലും നൽകേണ്ടത് എല്ലാവരുടെയും കടമയാണ്. സഭ ദരിദ്രരുടെ സഭയായിരിക്കണമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവിടെ മുൻഗണന നൽകണമെന്നും ദിലക്സി തേയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സഭയും വിശ്വാസികളും ദരിദ്രർക്ക് സങ്കേതമാകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ നാം തയ്യാറാകണം. ദരിദ്രരുടെ അരികിലേക്ക് നാം കടന്നു ചെല്ലണം. അവരുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും കാതോർക്കണം. ദരിദ്രരെ സഹായിക്കുന്നവരും സഹായം സ്വീകരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുകയും ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ദാനമാണെന്നത് തിരിച്ചറിയുകയും വേണം. ദരിദ്രരോടൊപ്പമായിരിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയൂ. 2026 നവംബർ 15 ആചരിക്കുന്ന 10ാം ആഗോള ദരിദ്ര ദിനത്തോടനുബന്ധിച്ച് കർത്താവ് ദരിദ്രരുടെ സങ്കേതമാണ് സങ്കീർത്തനം 14 അധ്യായം 6 വാക്യം എന്ന വചനത്തെ ആസ്പദമാക്കി പുറപ്പെടുവിച്ച സന്ദേശത്തിൽ നിന്നും